Hi friends, welcome back to a new video. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു സിമ്പിൾ അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പം അതിന് തന്നെ ഞാൻ എടുക്കുന്നത് വൈറ്റ് വൂളൻ ത്രെഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. 3 കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ അനുസരിച്ച് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പം ഇത് നമുക്ക് വാൾ ഹാങ് ആയിട്ട് യൂസ് ചെയ്യാം, വാൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാം, പിന്നെ വെൽക്കം പറഞ്ഞിട്ട് നമ്മൾ വെക്കും ചെയ്യാം. വീടിൻ്റെ ഉള്ളിൽ വെൽക്കം പറഞ്ഞിട്ട് വെക്കാം. അപ്പോൾ അതിന് തന്നെ ഞാനൊരു കണ്ടെയ്നറിൻ്റെ മൂടിമേലാണ് ഇതൊന്ന് ചിറ്റി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു കട്ടിയിലുള്ള ഇതൊന്ന് ലെയറൊന്ന് ചിറ്റി എടുക്കാം. അപ്പം ഞാൻ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല ഈ ക്രാഫ്റ്റ്. വീഡിയോ കാണുക, അപ്പോൾ കണ്ടാലാവും നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പം പിന്നെ എടുക്കുന്നത് വയലറ്റ് അല്ല, പിങ്ക് ത്രെഡാണ് എടുക്കുന്നത്. ഈ പിങ്ക് ത്രെഡ് ഒന്ന് നമുക്ക് ഇതേപോലെ ചിറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ ചിറ്റിയെടുക്കുന്നൊന്നുമില്ല. കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ടാവില്ല, ഈ കാർഡ്ബോർഡിൻ്റെ പീസുമ്മലൊന്ന് ചിറ്റിയെടുക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വയലറ്റും പിങ്കും വൈറ്റ് കളറാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പം പിങ്കും വയലറ്റും എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇതായിട്ടാണ് വന്നത്. എന്നിട്ട് നമുക്കിത് ക്രോസ് ആയിട്ട് വെക്കണം. ക്രോസ് ആക്കണതിൻ്റെ മുമ്പേ നമുക്ക് ഈ ത്രെഡിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊന്ന് ഒരു കെട്ടിയിട്ട് എടുക്കണം. ആക്കിയിട്ട് പിന്നെ ഒന്ന് ക്രോസ് ആക്കുക. എന്നിട്ട് ക്രോസ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കെട്ടിയിട്ട് എടുക്കണം. ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടോളൂ. അങ്ങനെ ഇപ്പോൾ ഞാൻ കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ എടുക്കുന്നത് നമ്മൾ മൂന്നാമത് ഉണ്ടാക്കി വെച്ച കളറല്ല ത്രെഡാണ്. ആ ത്രെഡൊന്ന് നമുക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കണം. കഴിഞ്ഞിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഒന്ന് ചെറിയൊരു ബോളാക്കി എടുക്കണം. നമ്മൾ എടുക്കുന്ന ത്രെഡിനെ അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിതൊരു ചെറിയൊരു ബോളാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഞാൻ പിങ്കും പർപ്പിളും കളർ എടുത്തിട്ടുള്ള കുറച്ച് ത്രെഡുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ടിഷ്യൂ പേപ്പർ ബോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് അപ്പുറത്തേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം, ഇപ്പുറത്തെ സൈഡിലേക്ക്. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ ഈ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പം സ്കിപ്പ് ചെയ്യാതിരുന്നിട്ട് ഒന്ന് കണ്ടോളൂ. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇതുപോലെ ഒന്ന് ടൈറ്റിൽ നമ്മൾ അതൊക്കെ റെഡി ആക്കിയിട്ട് ഒന്ന് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ത്രെഡ് എടുത്തിട്ട് നമ്മൾ മുകളിലോ അടിയിലോ എടുക്കുന്ന കളറാണ് എടുക്കുന്നത്. ശരിക്കും നമ്മൾ മേലുള്ള കളറാണ് എടുക്കേണ്ടത്. ഞാൻ പിങ്ക് കളറാണ് ശരിക്കും എല്ലാം പാടെ ടൈറ്റാക്കിയിട്ട് വാലിൻ്റെ ഭാഗത്ത് കെട്ടേണ്ടത്. പക്ഷെ പിങ്ക് കിട്ടണം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റാണ് ചിറ്റിയത്. എന്നിട്ട് വൈറ്റൊക്കെ ടൈറ്റ്ലി കെട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ വാൽ ഭാഗം ബാക്ക് സൈഡ് ഒന്ന് ഒപ്പത്തിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം വൃത്തിക്ക്. അങ്ങനെ ഇപ്പോൾ 2 ബേർഡ്സിനാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ 2 ഇതും നല്ല ഇതിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കണ്ണും ചുണ്ടൊക്കെ ഉണ്ടാക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ക്ലിപ്പ് ഡിലീറ്റ് ആയിപ്പോയി. കണ്ണെന്ന് വെച്ചാൽ ഞാൻ ബ്ലാക്ക് കളർ കളർ പേപ്പർ ഒന്ന് റൗണ്ടിലൊന്ന് ചുരുട്ടിയെടുത്താണ്. എന്നിട്ട് അതൊന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താണ്. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ സാധാ പേപ്പറുമ്പോൾ ഒന്ന് ബ്ലാക്ക് കളർ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ചുണ്ട് നമ്മൾ കളർ പേപ്പർ ഒന്ന് കോൺ ഷേപ്പിലൊന്ന് ആക്കിയെടുത്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താണ്. അത് ഉണ്ടാക്കാൻ സിമ്പിളാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊന്ന് ഒരു ത്രെഡ് ചക്കനൂലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഫുൾ വൂളൻ ത്രെഡ് മാത്രമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പം ബാക്കിയുള്ളൊക്കെ വേസ്റ്റ് മെറ്റീരിയലാണ്, വീട്ടിലുള്ള സാധനങ്ങളാണ്. ഒരു മരക്കഷ്ണം, ഒരു തടിൻ്റെ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, തടി കഷ്ണം. അതിലുമേക്ക് ഞാനൊന്ന് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ത്രെഡ്
ചിറ്റി വെച്ച കണ്ടെയ്നർ ഒന്ന് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചകിരിയാണ് വേണ്ടത്. അപ്പോൾ ചകിരി ഒന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ കിളിക്കൂടിന് നെസ്റ്റിന് നമ്മൾ അവർ ചകിരിയൊക്കെ വെച്ചിട്ടില്ല ഉണ്ടാക്കുക. അപ്പം ഞാൻ ഈ ജോട്ട് ത്രെഡ് ഇതാക്കി എടുത്തപ്പോൾ അതൊന്ന് ഞാൻ നല്ല നാരുണ്ടായിരുന്നു, ഒന്നും ഞാൻ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ഇങ്ങനെയല്ല ഉണ്ടാക്കുക, അവർ അങ്ങനെ നാരും അങ്ങനെ ഒക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഭംഗി. ഈ ജൂട്ട് ത്രെഡ് ഒന്നും കടയിൽ നിന്ന് വാങ്ങിയാലൊക്കെ ഞാൻ വേസ്റ്റ് മെറ്റീരിയലായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. അപ്പം ഈ ലാസ്റ്റത്തെ നിൽക്കുന്ന ചകിരി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താണ്. അത് വെച്ച് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കൊന്ന് ഇങ്ങനെ വെച്ച് റെഡി ആയിട്ടിരിക്കും. നാണാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച 2 ബേഡ്സിനൊന്ന് എടുക്കുക. അതൊന്ന് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ തടിക്കഷ്ണം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടില്ല അതിലും വേണമെങ്കിൽ ഒട്ടിക്കൊന്നിനെ, അല്ലെങ്കിൽ കൂട്ടിലിരിക്കണ പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനും ചെയ്യുന്നത് ഈ 2 കൂടിൻ്റെ ഇപ്പുറത്തായിട്ട് 2 ബേഡ്സിനെ വക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ ഗ്ലൂ ഗണ്ണുകൊണ്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേവി ബോണ്ട് വെച്ചിട്ടൊക്കെ ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. 2 ബേഡ്സിന് 2 ഇതിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ 2 ബേഡ്സിന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ നെസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്കിതൊന്ന് അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 മുട്ട വെച്ചാലോ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് ഈ എഗ് ഷേപ്പിലൊന്ന് ചെയ്തെടുത്താണ്. അതിൽ ഒരു മുട്ട ഒന്ന് ഓവറായിട്ട് വലുതായി പോയി. അതൊന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞപ്പോൾ ഒന്ന് റൗണ്ടാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.